PM ശ്രീ പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ച് സംസ്ഥാന സർക്കാർ മന്ത്രിസഭയുടെ ഉപസമിതിയുടെ തീരുമാനപ്രകാരമാണ് കത്തയച്ചിരിക്കുന്നത്. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, സംസ്ഥാന സർക്കാർ ഏർപ്പെട്ട ഒരു കരാറിൽ നിന്നും പിൻവാങ്ങുമ്പോൾ അതിന്റെ പശ്ചാത്തലം CPI ഉയർത്തിയ കലാപക്കൊടിയായിരുന്നു. വാക്കാൽ അവർക്ക് കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം അതെങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നത്? മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനപ്രകാരം. പ്രജീഷ്, കുറച്ച് വൈകിയെങ്കിൽ പോലും ആ നടപടിയിലേക്ക് സർക്കാർ എത്തി നിൽക്കുകയാണ്. കാരണം ഈ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയമാണ് PM ശ്രീയിലൂടെ നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് LDF-ൽ തന്നെ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായി PM ശ്രീ വിവാദം മാറിയതും. അതിന് പിന്നാലെ CPI-യും അതോടൊപ്പം തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ PM ശ്രീയിൽ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് നയപരമായ ഒരു വ്യതിയാനമാണ് എന്നുള്ളതായിരുന്നു CPI പറഞ്ഞിരുന്നത്. പരസ്യമായി അത്തരത്തിലുള്ള വലിയ പ്രതികരണങ്ങൾ CPI-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനമായും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ CPI സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ പ്രമേയങ്ങൾ പാസാക്കി അവരുടെ രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിൽ തന്നെ PM ശ്രീക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വലിയ തരത്തിൽ ഇതിനെ എതിർത്തുകൊണ്ട് ചെറുത്തുകൊണ്ട് പലതരത്തിലുള്ള വാർത്താക്കുറിപ്പുകളും അത്തരത്തിൽ പ്രതികരണങ്ങളും ഒക്കെ നടത്തി പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകുമ്പോഴാണ് വിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകി ഇത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത്. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും അറിവോടുകൂടിയായിരുന്നു അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. പിന്നീടാണ് ഇടതുമുന്നണി വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രശ്നമായതും മാറിയതും. അങ്ങനെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോവുകയാണ് എന്ന് സർക്കാർ അറിയിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ചെയ്തത് ശരിയായില്ല, അത് വീഴ്ച സംഭവിച്ചു എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ വീഴ്ച തുറന്ന് സമ്മതിക്കേണ്ട വന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അതിനെല്ലാം പിന്നാലെയാണ് മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതും ഒപ്പം തന്നെ ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതും. ഏതായാലും ആ ഈ കരാറിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞാൽ SSK ഫണ്ട്, കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിന് കിട്ടാനുള്ള തടസ്സം, ഇതൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞ വാദങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നുള്ള ഔദ്യോഗിക പിന്മാറ്റം അറിയിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ കേരളത്തിന്റെ ഫണ്ട് അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പ് ലഭിച്ചതായി പറയുന്നു. പിന്നീട് സുപ്രീം കോടതിയിലടക്കം കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല, ഉള്ള വിഹിതം നൽകുമെന്ന് ഉറപ്പും നൽകിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിക്കാമല്ലേ? തീർച്ചയായിട്ടും. കാരണം ആദ്യ ഗഡു പണം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളില്ല. സാങ്കേതികമായി ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു ഇടതുമുന്നണിക്ക്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ അതുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കത്ത് അയക്കുന്നതിൽ വൈകുകയാണെങ്കിൽ അത് ഒരു ഇരട്ടത്താപ്പ് നയമായി CPI-യുടെ ഒരു സ്റ്റാൻഡ് അത് ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ CPM-ന്റെ ഒരു സ്റ്റാൻഡ് ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടുമെല്ലാമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോയിരിക്കുന്നത്. വലിയൊരു കാലതാമസം ഈ ഇത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കത്തയക്കുന്നതിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് 2-3 ആഴ്ചയായി കത്തയക്കുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴാണ് അതിന് സാധിച്ചത്. മറ്റ് നിയമവശങ്ങളെല്ലാം തേടിയതിനു ശേഷമാണ് ഈ കത്തയക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതും. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതായാലും കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി തന്നെ ഇത് അറിയിക്കുമ്പോൾ ഇനി ഏതായാലും അതിന്റെ ഒരു ഭാവി അടഞ്ഞു എന്ന് തന്നെ പറയാം. രാഷ്ട്രീയമായും CPI-ക്കും CPM-നും ഇത് നേട്ടവുമാണ്. AK സ്റ്റെഫിനാണ് വിവരം നൽകിയത്. PM ശ്രീ ഇന്ന് പിന്മാറുന്നത് അറിയിച്ച് കേന്ദ്രത്തിന് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി കത്തയച്ചിരിക്കുകയാണ്.